നമസ്കാരം. ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കാനാണ് ഇപ്പോഴത്തെ ഈ മെസ്സേജ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്നോട് പലരും എന്റെ കഴിഞ്ഞ 2-3 മെസ്സേജുകൾ കേട്ടിട്ട് ഈ സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പ്രകൃതിയുടെ വ്യവസ്ഥകൾ പാലിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ സ്നേഹം, അറ്റാച്ച്മെന്റ്, ഫലമിച്ഛിക്കാതെ കർമ്മം ചെയ്യൽ, പാരമ്പര്യ നെഗറ്റീവ്സുകൾ അല്ലെങ്കിൽ കർമ്മ നമ്മളിലേക്ക് ഷെയർ ആകുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള മെസ്സേജുകളൊക്കെ കേട്ടിട്ട് പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നത്, ദൈവം എന്ത് ഇത്ര ഇങ്ങനെ സ്ട്രിക്റ്റ് ആണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ശരിക്കും എത്രയോ കുടുംബങ്ങൾ ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര അറ്റാച്ച്മെന്റിലും ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും അറ്റാച്ച്മെന്റ് കട്ട് ചെയ്യണം, അകന്ന് നിൽക്കണം, മാറി നിൽക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ കൂടുതൽ പറയുന്നത്. ജോലി ചെയ്യുമ്പോൾ ഫലം ഇച്ഛിക്കാൻ പാടില്ല, പിന്നെ നമ്മൾ സേവനം ചെയ്യണോ, അതാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നമ്മൾ ജീവിക്കാൻ വേണ്ടി വരുമാനം വേണ്ടേ? ഇപ്പൊ ഇങ്ങനെയൊക്കെ പല പല സംശയങ്ങളാണ് പലരും ചോദിക്കുന്നത്. ഇതിൽ പ്രധാനം അവര് മനസ്സിലാക്കുന്നത്, ഞാൻ ഈ പറയുന്ന ദൈവം അല്ലെങ്കിൽ ആ സൃഷ്ടാവ ദൈവം എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കര കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ദൈവമാണ്. പക്ഷെ മറ്റ് ഉള്ള ആൾക്കാരുടെ രീതിയിലോ അല്ലെങ്കിൽ മറ്റ് മതക്കാർ പറയുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ രീതിയിൽ പോകുമ്പോൾ ഇത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ലല്ലോ. അപ്പം സൃഷ്ടാവ ദൈവത്തിലേക്ക് എത്തുക അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റ് എത്തണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം ഇത് എന്തോ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും ഒരു കടുത്ത രീതിയിലല്ലേ ഈ കാര്യങ്ങൾ പോകുന്നത്, പറഞ്ഞു തരുന്നത്, ഇത് ശരിയാണോ എന്ന രീതിയിൽ ചിലർ ചോദിക്കുന്നുണ്ട്. അപ്പം അതിനൊക്കെ വെച്ച് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. ഇതില് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർമ്മഫലം എന്ന് പറയുന്ന സാധനം എല്ലാ മതങ്ങളിലും ഈ ഭൂമിയിൽ ഉണ്ട്. അതില്ലാതൊരു സാധനമില്ല. മൃഗങ്ങൾക്കായാലും മരങ്ങൾക്കായാലും പക്ഷികൾക്കായാലും എല്ലാത്തിനും കർമ്മഫലം എന്നൊരു സംഗതി ഉണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, ചില പട്ടികളൊക്കെ പുഴുവരിച്ച് അസുഖം പിടിച്ച് ഒക്കെ കിടക്കുന്നു വെച്ചാൽ അവരുടേതായ മേഖലയിൽ കർമ്മഫലങ്ങളാണ്. മരങ്ങൾക്കുണ്ട്, മീനുകൾക്കുണ്ട്. നമ്മൾ തന്നെ കണ്ടിട്ടില്ലേ, മീനുകൾ ഇങ്ങനെ മുട്ടയൊക്കെ വിരിച്ച്, എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. മുട്ടയൊക്കെ വിരിച്ച് കുറെ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ പോകുമ്പോൾ ആ തള്ള മീനിനെ ചൂണ്ടയിൽ പിടിച്ചും കൊണ്ട് വലിച്ചെടുത്ത് കളയുന്നു. ആ കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്നു. ഇതൊക്കെ ഭയങ്കര കഷ്ടമല്ലേ? ഇതെല്ലാം കർമ്മഫലങ്ങളാണ്. എന്ത് കർമ്മത്തിന്റെ ഫലം എന്ന് വെച്ചാൽ ഇവർക്കൊക്കെ ഓരോ മനസ്സുണ്ട്, ഇവർക്കൊക്കെ ആത്മാവുണ്ട്. അപ്പൊ അത് വെച്ച് അവർക്ക് കൊടുത്തിരിക്കുന്ന അല്പ വ്യവസ്ഥകളുണ്ട്, അത് അവരിലുണ്ട്. അത് അവർ തെറ്റിക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന രീതികളാണ്, അല്ലെ അവരുടെ കർമ്മ ബാലൻസ് ചെയ്യുന്ന രീതികളാണ് ഈ നടക്കുന്നത്. അപ്പൊ ഇത് ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്, മനുഷ്യർക്കും ഒക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ വരുന്നത് മനുഷ്യനാണ്. കാരണം മനുഷ്യനാണ് സകല ജീവജാലങ്ങളിൽ നിന്നും ഇങ്ങനെ അനുഭവിച്ച്, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള അനുഭവങ്ങളിലൂടെ ജീവജാലങ്ങളിലൂടെയൊക്കെ അനുഭവിച്ച് പഠിച്ച് വളർന്ന് വരുന്ന ഹൈ ലെവലിലെത്തുന്ന ആത്മാവിനെയാണ് മനുഷ്യജന്മം കൊടുത്ത് അടുത്ത് പഠിപ്പിക്കാൻ വിടുന്നത്. അപ്പം ഫുൾ സ്വതന്ത്രനാക്കി വിടുമ്പോൾ നമ്മൾ ഈ മൃഗാദികളിൽ നിന്നൊക്കെ പഠിച്ച തിയറി എല്ലാം മറന്ന് അല്ലെ തെറ്റിക്കളഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്വതന്ത്രമായി തോന്നിയതുപോലെയൊക്കെ ഓരോന്നും ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്നൊക്കെ നമ്മൾ ഈ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പഠിച്ച് അവസാനം ഒരു ഹൈ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തിയപ്പോ മൊത്തം മറന്ന് ഫുൾ തെറ്റി പോകുമ്പോഴാണ് പിന്നെയും ജന്മം നൽകി പിന്നെയും ഈ കർമ്മത്തിന്റെ ഫലങ്ങൾ അനുഭവിപ്പിച്ചും മനുഷ്യന് ഒരുപാട് കർമാസ് ബാലൻസ് ചെയ്യാനുണ്ട്. ഒരുപാട് ജന്മങ്ങൾ കൊണ്ടാണ് അത് മാറി പഠിപ്പിച്ച് വരുന്നത്. പക്ഷെ ഇപ്പോ ഈ കാലഘട്ടത്ത് ഈ ജന്മങ്ങളെല്ലാം ദൈവം ഏതാണ്ട് നിർത്തിയിട്ട് ഈ പുതിയ കാലഘട്ടം ഒന്നേന്ന് തുടങ്ങിയാണ്. സത്യയുഗം മുതൽ ഒന്നേന്ന് തുടങ്ങി വരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇനി ഒരുപാട് ജന്മങ്ങളില്ല. ഞാനീ പറയുന്ന പോലെ 300-350 വർഷത്തിനകത്ത് കിട്ടുന്ന ജന്മങ്ങളെ ഇനിയുള്ളൂ ഏതൊരു മനുഷ്യനും. അതിനകത്ത് ബാക്കിയെല്ലാം അറിവ് കൊടുത്ത് പഠിപ്പിച്ച് ബാലൻസ് ചെയ്ത് തീർക്കും. അപ്പൊ ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ 2011-12 ശേഷം പ്രകൃതി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് ഇനി അനേക ജന്മങ്ങൾ ഇല്ലാത്തത് കൊണ്ട് മാക്സിമം ഈ ജന്മത്തിൽ തന്നെ അറിവ് മാക്സിമം കൊടുത്ത് കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കർമ്മ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടത്തിലൂടെയൊക്കെ കടത്തി പഠിപ്പിക്കുന്ന രീതിയാണ് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. ഇത് പണ്ടുകൊണ്ട് ഇപ്പൊ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് പെട്ടെന്നും അതിശക്തമായ രീതിയിലും വരുന്നു എന്നേ ഉള്ളൂ. കാരണം പല ജന്മങ്ങൾ ഇപ്പൊ 5 ജന്മത്തിൽ ഒരു 5 ജന്മം കൊണ്ട് പഠിക്കേണ്ട ചിലപ്പോൾ ഈ ഒരൊറ്റ ജന്മത്തിൽ പഠിപ്പിച്ചെടുക്കാനുള്ള പ്ലാൻ ആയിരിക്കും. കാര്യം 2-3 ജന്മം കൂടെ ഇനി മനുഷ്യന് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് പഠിപ്പിക്കുകയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ മനുഷ്യർക്ക് മൊത്തത്തിൽ ഭയങ്കര കഷ്ടം ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ടുള്ള കഷ്ടം ഫീൽ ചെയ്യും. പ്രാർത്ഥനയ്ക്ക് ഫലം വരില്ല, ദൈവവിശ്വാസം നഷ്ടപ്പെടും. കാരണം ഫലം വരണില്ലല്ലോ. അപ്പൊ ദൈവം ഇല്ലേ എന്ന് വിചാരിച്ച് അത് കളയും.
കഷ്ടത്തിന്റെ ഒരു മാറ്റമില്ല. തുടർച്ചയായ കഷ്ടങ്ങൾ കൂടി വരും. കാരണം ഇതെല്ലാം അവനെ പഠിപ്പിക്കാൻ വേണ്ടി സ്ട്രിക്റ്റാ പിടിക്കുന്നതാണ്. അപ്പൊ ഭൗതികത്തിൽ അഡിക്റ്റായി നിൽക്കുകയും ഭൗതിക സുഖത്തിൽ നിൽക്കുന്ന മനുഷ്യർക്ക് ഇതെല്ലാം തന്നെ കട്ടായി പോകുമ്പോൾ അല്ലെങ്കിൽ അതിലെല്ലാം തടസ്സങ്ങൾ വരുമ്പോൾ മനുഷ്യ മനസ്സ് തകർന്നു പോകും. കാരണം അവൻ ഫുള്ളും ഇതിലാണ് അറ്റാച്ച്ഡ് ആയി കിടക്കുന്നത്. അപ്പം എന്റെ അടുത്ത് ദൈവം പറയുന്നത് ഈ കാലത്ത് സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഒരുപാട് കഷ്ടങ്ങൾ പലരും അനുഭവിക്കുമ്പോൾ അതിന്റെ കാര്യകാരണങ്ങൾ ജനങ്ങളെ അറിയിക്കുക, ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനൊരു പുതിയ ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നു, ആ ദൈവം എന്തോ ഭയങ്കരമായ നന്മയോ അല്ലെങ്കിൽ എന്തൊക്കെ വലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകി നിങ്ങളെ ഇതിലോട്ട് അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ വന്ന് വിളിക്കുന്നതാണ് എന്ന് ആരും വിചാരിക്കരുത്. അങ്ങനല്ല. അത് ഈ ബന്ധുക്കോസുകാരന്മാർ അല്ലെങ്കിൽ മറ്റ് മതക്കാരന്മാർ മതം മാറ്റാൻ വേണ്ടി ആൾക്കാരെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി വലിഞ്ഞു കയറി പ്രശ്നം മാറ്റിത്തരാം, വീട് കാണുന്നുണ്ട്, കാറ് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ള പ്രവചനമൊക്കെ പ്രവചിച്ച് ആളെ പിടിക്കുന്ന പരിപാടി പോലെ അല്ല എന്റെ കേസ്. ഭൂമിയിൽ സ്ട്രിക്റ്റ് ആയത് കാരണം ഈ ഗുരുക്കന്മാർക്കൊക്കെ സ്ട്രിക്റ്റ് ആണ്. എല്ലാവരും പഠിപ്പിക്കും. ഇനി സകലരെ എല്ലാ മാത്രമേ എല്ലാവരെയും പഠിപ്പിച്ച് അവരെ ഈ ജന്മത്തിൽ തന്നെ മാക്സിമം അവരെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ചെയ്യുന്നത്. അപ്പൊ ദൈവം ഈ ആത്മാക്കളെ സ്നേഹിക്കും. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നശിച്ചു പോകുന്ന ശരീരത്തെയോ നശിച്ചു പോകുന്ന ബോധ മനസ്സിനെയോ അല്ല ദൈവം സ്നേഹിക്കുന്നത്. ആദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ നിങ്ങൾ എന്ന് പറയുന്ന നിങ്ങളുടെ ആത്മാവിനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. അപ്പം അതിനെ ആണ് ദൈവം സ്നേഹിക്കുന്നത്. അതിനെ ദൈവത്തിലേക്ക് അല്ലെങ്കിൽ ദൈവം ഉദ്ദേശിച്ച ലെവലിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. പക്ഷെ അതിനുവേണ്ടി നിങ്ങളുടെ ഭൗതികമായിട്ടുള്ള പലതും നശിച്ചു പോവുകയോ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അകന്നു പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവാണ് ശരിക്കും പറഞ്ഞ അവിടെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ ആത്മാവ് അവിടെ സന്തോഷിച്ചുകൊണ്ടിരിക്കും. പുറമേയുള്ള നിങ്ങൾക്കാണ് ഇതിലൊക്കെ ഭയങ്കര വിഷമവും പ്രശ്നവും വരുന്നത്. അപ്പൊ ഈ പ്രക്രിയ ചെയ്ത് നിങ്ങളുടെ ആത്മാക്കളെല്ലാം ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് മാക്സിമം ഭൂമിയിൽ വെച്ച് പഠിപ്പിച്ചാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടം എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാതെ മനുഷ്യർ ഭ്രാന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അലയും. അതുകൊണ്ടാണ് ദൈവം ഇതിന്റെയൊക്കെ കാര്യകാരണങ്ങൾ നിങ്ങളെയൊക്കെ അറിയിക്കുന്നു പറഞ്ഞ് ഞാൻ അറിയിക്കുന്നത്. അപ്പം ഈ അറ്റാച്ച്മെന്റ് കാരണമാണ് പല പ്രശ്നങ്ങൾ, ഇത് കാരണമാണ് ആ പ്രശ്നങ്ങൾ, ഇത് കാരണമാണ് ഈ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ. കാരണം ആർക്കും അറിഞ്ഞൂടാ. എല്ലാവരും വിചാരം ഞാൻ ആരും ദ്രോഹിക്കുന്നില്ല, ദുശീലമില്ല, വീട്ടിലെ ജോലികളെല്ലാം കറക്റ്റായി ചെയ്യുന്നുണ്ട്, വീടൊക്കെ പരിസരം വൃത്തിയാക്കുന്നുണ്ട്, പരിപാടി തീർന്നു, മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തുന്നു, ഞാൻ ഫുൾ പോസിറ്റീവ് എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ടല്ല. അത് ഒരു വശത്ത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓക്കെ ആണെന്നേ ഉള്ളൂ. ഇനിയും അനേക കാര്യങ്ങൾ നിങ്ങൾ പാകപ്പെടാനുണ്ട്. അത് പ്രവൃത്തി മാത്രമല്ല, മനസ്സും പാകപ്പെടാനുണ്ട്. അപ്പൊ അത് പാകപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഈ ദൈവം സ്ട്രിക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രകൃതി സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ പാകപ്പെടണം. ഇതാണ് എന്നിലൂടെയുള്ള ദൈവത്തിന്റെ പ്ലാൻ. ഇത് നിങ്ങളെ അറിയിക്കുക, പാകപ്പെടാൻ തയ്യാറാകുന്നവരെ പാകപ്പെടുത്തിയെടുക്കുക. ഇപ്പൊ ഞാൻ പാകപ്പെടുത്തിയില്ലെങ്കിലും ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങൾ ആത്മാവിനെ കൊണ്ടുപോകേണ്ടത് കൊണ്ടുപോയിരിക്കും. പക്ഷെ ഈ അറിവ് കിട്ടുമ്പോൾ എന്ത് സംഭവിക്കും? ഇതുകൊണ്ടാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അതിനുവേണ്ടി ശ്രമിച്ച് പെട്ടെന്ന് നിങ്ങൾ ശുദ്ധീകരിച്ച് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ ശുദ്ധിയായി മാറും. ശുദ്ധി ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ ശുദ്ധിയാണ്. ആ ദൈവത്തിലേക്ക് എത്തേണ്ട ആ പാകപ്പെടൽ, ആ പക്വത മനസ്സിന് വരുന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ശുദ്ധി. അല്ലാതെ പ്രവൃത്തി കൊണ്ടുള്ള ശുദ്ധിയല്ല. ദൈവത്തിലേക്ക് എത്തേണ്ട, ആ പോസിറ്റീവിൽ എത്തേണ്ട മാനദണ്ഡങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു മനസ്സാണ് ഞാൻ ഈ പറയുന്ന ആ ശുദ്ധമായ മനസ്സെന്ന് പറയുന്നത്. അതിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ഈ മോക്ഷം എന്ന് പറയുന്ന ലെവലിലേക്ക് വരുന്നത്. അപ്പൊ ഇത് ഈ മറ്റ് രീതിയിൽ അല്ലെ മറ്റ് ആൾക്കാർ പലരും ധനത്തിന് വേണ്ടി ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, അതിനുവേണ്ടി ധ്യാനം, അതിനുവേണ്ടി വഴിപാട്, അതിനുവേണ്ടി നേർച്ച, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതും പല മതക്കാരും പല രീതിയിലും ഉണ്ട്. അത് ഭൂമിയിൽ ഒരു സുഖജീവിതം അല്ലെങ്കിൽ ആർഭാടമായ ജീവിതവും ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷവും ഭൂമിയിൽ കിട്ടാൻ വേണ്ടി നമുക്ക് ഭൂമിയിൽ ഇതൊക്കെ നേടാൻ എന്ത് ചെയ്യണം എന്നതിന്റെ വഴികൾ ഏതൊക്കെ അദൃശക്തികളിലൂടെ കിട്ടിയത് പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് മറ്റ് ഗുരുക്കന്മാർ ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് അതല്ല. ഞാൻ ചെയ്യുന്നത് ഭൂമിയിലുള്ള സകലതും കട്ടായി, സകലതും വിട്ട് നമ്മുടെ ആത്മാവിനെ ദൈവത്തിന്റെ കയ്യിൽ എങ്ങനെ ഏൽപ്പിക്കും എന്നതിനെ കുറിച്ചുള്ള മെസ്സേജാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലരെയും ദൈവം ശുദ്ധീകരിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിപ്പുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരുപാട് കഷ്ടം വരുമ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാതെ നിങ്ങൾ വലയാതിരിക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി, ഇതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് പറ്റുന്ന ലെവലിൽ തൃപ്തികരമായ രീതിയിൽ നിങ്ങൾ അത് ചെയ്താൽ അത്രയും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് പറ്റുന്നില്ല, ബാക്കി അങ്ങോട്ട് പറ്റുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നേ വേണ്ട. സാഹചര്യങ്ങൾ തന്നെ വരും. ഇത് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വരും. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടാലും ഇല്ലേലും സാഹചര്യങ്ങൾ വരും. പക്ഷെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ സാഹചര്യങ്ങൾ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്റെ വാക്കുകൾ മനസ്സിലായ രീതിയിൽ നിങ്ങൾക്ക് ബുദ്ധിപരമായിട്ട് ഇതെല്ലാം ഡീൽ ചെയ്ത് പോകാൻ പറ്റും. ഇത്രയുള്ള വ്യത്യാസം.
അപ്പൊ ഈ അറിയിപ്പാണ് ഞാൻ നിങ്ങൾക്ക് കൊടുക്കുന്നത്. അല്ലാതെ ഒരു പുതിയൊരു ആത്മീയ മേഖല ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്നിലേക്ക് ആളെ അട്രാക്ട് ചെയ്ത് പിടിക്കുന്ന പരിപാടികളൊന്നും എനിക്കില്ല, അങ്ങനെ വകുപ്പേ ഇല്ല. ഞാൻ ദൈവത്തിന് വേണ്ടി ഈ അറിയിപ്പ് തരികയും ആവശ്യക്കാരെ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ആവശ്യക്കാരാരാണ്? മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെ ദൈവത്തിന്റെ ഹൈയിലേക്ക് എത്തണം, അല്ലെ ദൈവത്തിന്റെ പോസിറ്റീവിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ നിയമങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അത് പറഞ്ഞുകൊടുത്ത് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക. അതാണ് എന്റെ ഡ്യൂട്ടി. അല്ലാതെ കുടുംബ പ്രശ്നങ്ങളോ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ ഭൗതികമായിട്ടുള്ള സാധനങ്ങളൊന്നും ക്ലിയർ ചെയ്ത് തരുന്ന ജോലി എനിക്കില്ല. നിങ്ങൾ ദൈവത്തോട് അടുക്കുകയും മാക്സിമം നിങ്ങൾ പോസിറ്റീവായി ഉയർന്നു വരികയും ചെയ്യുമ്പോൾ നിങ്ങളിലുള്ള നെഗറ്റീവ് താനെ മാറും. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഉദാഹരണം, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കൊരു രോഗമുണ്ട്. ഈ രോഗം മാറാൻ വേണ്ടി ഓടിക്കൊണ്ട് നടക്കാതെ ദൈവത്തോട് ഈ രോഗം അത് അവിടെ ഇരിക്കട്ടെ, അതവിടെ ഇരിക്കും. പക്ഷെ ദൈവത്തോട് കൂടുതൽ അടുക്കാനായിട്ട് ഞാൻ എന്തൊക്കെ വ്യവസ്ഥകൾ പാലിക്കണം, എനിക്ക് എത്രയും പെട്ടെന്ന് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഭൂമിയിൽ ഭാവിയിൽ വരാൻ പോകുന്ന ആ സത്യയുഗം എനിക്ക് ആസ്വദിക്കണം, അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യണം എന്നും പറഞ്ഞ് നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് കിട്ടുന്നത് ചെയ്ത് അത് ഓക്കെ ആയി വരണ അനുസരിച്ച് നിങ്ങൾ പോലും അറിയാതെ തന്നെ നിങ്ങളുടെ ഈ രോഗം മാറിയിരിക്കും. ഇതാണ് വ്യവസ്ഥ. വീട്ടിലൊരു വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ വഴക്കും പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടന്ന് ഓടാതെ നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് എത്തിക്കാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി എന്തൊക്കെ വ്യവസ്ഥകൾ ഞാൻ പാലിക്കണം എന്ന് മനസ്സിലാക്കി നിങ്ങൾ ജോലിസ്ഥലത്തോ നിങ്ങളുടെ മറ്റു മേഖലകളിലോ എവിടെയോ നിങ്ങൾ എന്തൊക്കെയോ ക്ലിയറായി വരുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം തന്നെ സോൾവ് ആയി വന്നിരിക്കും. കാരണം നിങ്ങൾ അത്രയും പോസിറ്റീവ് ആകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വീട്ടിലോ എവിടെയുള്ള നെഗറ്റിവിറ്റി താനെ മാറിയിരിക്കും. ഇതാണ് എന്റെ വഴി. അല്ലാതെ വീട്ടിലെ പ്രശ്നങ്ങളും വിഷയങ്ങളും എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം, അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ കുടുംബകാര്യങ്ങളിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം അങ്ങനെ ഞാൻ പറയണമെങ്കിൽ നിങ്ങളുടെ പ്രശ്നക്കാർ എല്ലാവരും എന്റെ അടുത്ത് വരികയും എല്ലാവരും അവരുടെ കാര്യങ്ങൾ പറയുകയും എന്നല്ലേ ഇതിൽ എവിടെയാണോ തെറ്റിക്കിടക്കുന്നത് എവിടെയാണോ ശരിയെന്ന് മനസ്സിലാക്കി എനിക്ക് ഒരു ഇന്ന ചെയ് എന്ന് ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഡ്യൂട്ടി എനിക്കിപ്പോ തന്നിട്ടില്ല. എന്റെ ഡ്യൂട്ടി ഭൂമിയിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളും കഷ്ടങ്ങളും എല്ലാ മതത്തിലും പറയുന്നുണ്ട്. ഒരു വലിയൊരു കഷ്ടത്തിന്റെ കാലഘട്ടം ഭൂമിയിലുണ്ടെന്ന്. അപ്പൊ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പ്രകൃതി സ്ട്രിക്റ്റ് ആയതുകൊണ്ട് വരുന്നൊരു കാലഘട്ടമാണ്. ആ സമയത്ത് വരുന്ന പ്രശ്നങ്ങളും വിഷയങ്ങളും സോൾവ് ആവാത്തതിന്റെ കാരണം ഇതൊക്കെയാണ് നിങ്ങളുടെ കർമ്മങ്ങൾ തെറ്റിക്കിടക്കുന്നത്, ഇവിടെയൊക്കെയാണ് നിങ്ങൾ ശരിയാകേണ്ടത് എന്ന അറിയിപ്പ് കൊടുക്കലാണ് എന്റെ ഡ്യൂട്ടി. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചിലര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ അപ്പുറത്ത് അവിടെ ആയാലും ഇവിടെ ആയാലും നമ്മൾ ഒരുപാട് പേര് സ്നേഹത്തിന് ഭയങ്കര അറ്റാച്ച്മെന്റിന് ഭയങ്കര ഹാപ്പിയിലൊക്കെ ജീവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം അതല്ലേ ശരിക്കും പറഞ്ഞാൽ വേണ്ടത്? അങ്ങനെ എല്ലാവരോട്ട് സഹകരിച്ച് സന്തോഷത്തോടുകൂടി ക്ഷമിച്ചും പുറത്തും ഒക്കെ ജീവിക്കുന്ന അതല്ലേ ഭൂമിയിലെ, അല്ലെങ്കിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന ആ സ്നേഹവും ആ ജീവിതവും ഒന്നും പലരും ചോദിക്കുന്നുണ്ട്. ഇതിന്റെ കഴിഞ്ഞ മെസ്സേജിൽ അങ്ങനെ ഒരു കമന്റ് ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ അർജുനൻ ശ്രീകൃഷ്ണന്റെ അടുത്തും ഇതൊക്കെയാണ് ചോദിച്ചത്. ഇതല്ലേ വേണ്ടത്? ക്ഷമയും താഴ്മയും നമ്മൾ സമർപ്പിച്ചു കൊടുക്കലും വിട്ടുകൊടുക്കലും സ്നേഹവും ആത്മാർത്ഥത, ഇതൊക്കെയല്ലേ വേണ്ടെന്ന് പറഞ്ഞപ്പോ കൃഷ്ണൻ എന്താണ് അർജുനന് കൊടുത്ത ഉപദേശം? അതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇനിയെങ്കിലും ഹിന്ദുക്കളായിട്ടുള്ളവർ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഇനി ബൈബിളിൽ ക്രിസ്ത്യാനികളാണെങ്കിലും യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് വാള് കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പനെ അമ്മയും പരസ്പരം തമ്മിൽ വേർതിരിക്കും, ഭാര്യയെ ഭർത്താവ് വേർതിരിക്കും, മക്കളെയും വീട്ടുകാരെ തമ്മിൽ വേർതിരിക്കും. ഇങ്ങനെയൊക്കെ കുറെ വേർതിരിക്കുന്ന ഒരു വാളാണ് യേശു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി എന്റെ ഈ മെസ്സേജ് കേട്ടിട്ടൊന്ന് മനസ്സിലാക്കിയാൽ അത് പിടികിട്ടും. മാത്രമല്ല യേശുവിന്റെ പിറകെ ഞാൻ യേശുവിനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു, എന്നെ ശിഷ്യനായി സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഒരാൾ ചോദിക്കുമ്പോൾ യേശു കൂടെ വന്നാളാൻ പറയും. അപ്പൊ അയാൾ പറയും, എന്റെ അച്ഛൻ മരിച്ചു കിടക്കുന്നു, അടക്കം ചെയ്തിട്ട് എന്റെ അച്ഛനെ ഒന്ന് അടക്കം ചെയ്തിട്ട് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞപ്പോ യേശു പറഞ്ഞു, അങ്ങനെ അത് പോയി ചെയ്തിട്ട് വരാനാണ് പ്ലാനെങ്കിൽ എന്റെ കൂടെ വരാൻ നീ യോഗ്യനല്ല. കാരണം അങ്ങനെ മരിച്ച നിന്റെ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും ആ മരിച്ചവരായിട്ടുള്ള ചിലർ നിന്റെ കുടുംബത്തിലുണ്ട്. അതായത് ആത്മീയമായി മരിച്ചവർ ചിലരുണ്ട്. അവർ അത് ചെയ്തോളും. നിനക്ക് ആത്മീയമായി ജീവിക്കണമെങ്കിൽ അല്ലെ വളരണമെങ്കിൽ ഇപ്പോ ഈ നിമിഷം ഇതെല്ലാം ഉപേക്ഷിച്ച് എന്റെ പുറകെ വന്നോളണം. ഇത് യേശു പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ക്രിസ്ത്യ മതക്കാരനും ഇതെന്തുകൊണ്ടാണ് യേശുവിനെ പറഞ്ഞെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ഈ സംശയങ്ങളുടെ പ്രശ്നങ്ങൾ ക്ലിയർ ആവും. പിന്നെ ഈ സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കുക അതല്ലേ വേണ്ടത്, അതല്ലേ സ്നേഹം, അതല്ലേ വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്നല്ല. ഇപ്പൊ നമ്മൾ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ് ആണെങ്കിൽ ഇപ്പൊ 8ാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലാണ്
പഠിക്കേണ്ട വിഷയമാണ് ഈ സ്നേഹം, അറ്റാച്ച്മെന്റ്, പരസ്പര ക്ഷമ, ഇതെല്ലാം സഹകരണം, നമ്മൾ തന്നെ അർപ്പിച്ചു കൊടുക്കൽ, ഇങ്ങനെയൊക്കെയുള്ള പല വിട്ടുകൊടുക്കൽ, ഇതെല്ലാം ചെയ്ത് ഭയങ്കര സന്തോഷമായിട്ട് നമ്മൾ നിൽക്കേണ്ട ഒരു സ്റ്റേജ് ഉണ്ട്. അതാണ് ഈ 9ാം ക്ലാസ്സിലെ പഠനം. ആ 9ാം ക്ലാസ് പാസ്സാകുന്നതിന്റെ അർത്ഥം ഈ സ്നേഹത്തിന്റെ മനസ്സിലാക്കി നിങ്ങൾ പൂർണ്ണ ക്ഷമിച്ചും സഹിച്ചും സന്തോഷിച്ചും അറ്റാച്ച്ഡായിട്ടും സ്നേഹിച്ചും നിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ് പാസ്സായി. ഇനി 10ാം ക്ലാസ്സിലോട്ട് നിങ്ങൾ പോകുന്നു എന്ന് വെച്ചു. അടുത്ത സ്റ്റേജിലോട്ട് നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ സ്നേഹമുള്ള മനസ്സുള്ള നിങ്ങൾ എന്തിനെയൊക്കെ സ്നേഹിക്കുന്നു അതിനെല്ലാം ഉപേക്ഷിക്കാനുള്ള മനസ്സെത്തണം. അതാണ് ഏറ്റവും ഹൈ. ഇത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മോക്ഷമുള്ളൂ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന കുടുംബത്തിൽ എല്ലാവരും ഭയങ്കര അറ്റാച്ച്മെന്റ്, സ്നേഹം, അതല്ലേ വലുത്, അതല്ലേ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണം, അവരെല്ലാം തൊട്ട് താഴത്തെ ക്ലാസ്സിൽ എത്തിയ ആൾക്കാരാണ്. ഇനിയും ജന്മമെടുത്ത് വന്ന് ഇതെല്ലാം അറ്റാച്ച്മെന്റും സ്നേഹവും എല്ലാം കട്ടായി. ഇത് പറയുമ്പോൾ സ്നേഹം എന്താണ്, അറ്റാച്ച്മെന്റ് എന്താണ് എന്നുള്ളതിൽ വ്യത്യാസങ്ങളുണ്ട്. അതിൽ തന്നെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളുണ്ട്. അത് ഞാൻ അടുത്ത മെസ്സേജിൽ പറയാം. ഇത്ര മനസ്സിലാക്കിയാൽ മതി. സ്നേഹം ഒരു ദൈവം വെച്ചിരിക്കുന്ന ലിമിറ്റിൽ സകലർക്കും വേണം, എല്ലായിടത്തും വേണം. പക്ഷെ അറ്റാച്ച്മെന്റ് പാടേയില്ല. അതെങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും, അത് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത മെസ്സേജിൽ പറയാം. പക്ഷെ അങ്ങനെയുള്ളവർ അവർ അടുത്ത ജന്മമെടുത്ത് വന്ന് ഈ അറ്റാച്ച്മെന്റ് എല്ലാം കട്ട് ചെയ്ത് സകലതും ഉപേക്ഷിക്കാനുള്ള മനസ്സെത്തി ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവായ ദൈവത്തിലേക്ക് എത്തണം എന്ന ആ രീതിയിൽ മാത്രം എത്തുമ്പോഴാണ് അവർക്ക് ആ മോക്ഷം കിട്ടുന്നത്. മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ സത്യയുഗത്തിലേക്ക് പോകുന്ന ആ വ്യക്തികളും അങ്ങനെയുള്ളവരായിരിക്കും. അറ്റാച്ചഡായി കിടന്നുകൊണ്ട് ഭൗതിക സുഖത്തിനും ഭൗതിക നേട്ടത്തിന് വേണ്ടി ക്ഷമിച്ചും പുറത്തും സ്നേഹിച്ചും ഈ സ്വത്തുക്കൾ കൈമാറിയും അങ്ങനെ കിടക്കുന്ന ആ ഒരു ലെവലല്ല സത്യയുഗത്തിലേക്കുള്ള ആൾക്കാർ. അവിടെ എല്ലാം ഈ ഭൂമിയിലുള്ള സകലതും മനസ്സുകൊണ്ട് പുല്ലായി കണക്കാക്കി, പുല്ല് വില കണക്കാക്കി, ഇതെല്ലാം കിട്ടിയാ കിട്ടി, വന്നാ വന്ന് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് അതിനെ ഒരു നമ്മുടെ കാൽക്കീഴിലാക്കി നിർത്തിയിട്ട് ദൈവം മതി, ദൈവം തരുന്ന സമാധാനം മതി, ദൈവമായിട്ടുള്ള ബന്ധം മതി എന്ന് ചിന്തിക്കുന്ന ആ ഒരു കൂട്ടരാണ് സത്യയുഗത്തിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കണം. അതിലത്തേക്ക് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് റെഡിയാക്കി എടുക്കലാണ് ദൈവം എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി. ഓക്കെ, ഇനി ചില കാര്യങ്ങൾ അടുത്തത്.